ഹലോ, വെൽക്കം ടു ഫെം യൂട്യൂബ് ചാനൽ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഭൂമിയിൽ 1.3 ട്രില്യൺ ബാരൽ പെട്രോളിയമാണുള്ളത്. ലോകത്തിലെ വലിയ എണ്ണക്കിണറുകളെക്കുറിച്ചും നമ്മൾ അത് ഉപയോഗിക്കുന്ന വേഗതയെക്കുറിച്ചും പരിശോധിച്ചാൽ ഈ എണ്ണശേഖരം മുഴുവനും അധികം വൈകാതെ തന്നെ തീരും. കണക്കുകൾ പ്രകാരം 40 വർഷത്തേക്കുള്ള ഇന്ധനം മാത്രമേ ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഭൂമിയുടെ കീഴിലെ ഇന്ധനം അവശേഷിക്കില്ല. ഭൂമിയുടെ ഉള്ളിലുള്ള പെട്രോൾ, ഡീസൽ എന്നിവ അവസാനിക്കുന്നതിനനുസരിച്ച് അവയുടെ വിലയും കൂടിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ എന്ത് സാധനവും കിട്ടാതെയാകുമ്പോഴാണല്ലോ അതിന് വില കൂടുന്നത്. ഭാവിയിൽ പെട്രോൾ വില സ്വർണത്തിന് തുല്യമായിട്ട് മാറും. പെട്രോളും ഡീസലും പുനരുപയോഗിക്കാനാവാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഒരിക്കൽ ഉപയോഗിച്ചാൽ വീണ്ടും അതിന്റെ റീസൈക്കിൾ ചെയ്തുണ്ടാക്കാൻ പറ്റത്തില്ല. പെട്രോളിനും ഡീസലിനും ആവശ്യക്കാർ കൂടിയതും അതിന്റെ ലഭ്യത കുറഞ്ഞതും വില വർധനവിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് മാറിയിട്ടുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, അവയുടെ മാനുഫാക്ചറിംഗ് അഥവാ നിർമ്മാണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ പെട്രോളിന്റെയും ഡീസലിന്റെയും നിർമ്മാണത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് അവയ്ക്ക് ഇത്ര വില കൂടുതൽ എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ. നിങ്ങൾക്ക് പെട്രോൾ വാഹനമാണോ ഡീസൽ വാഹനമാണോ ഉള്ളതെന്ന് കൂടി ഫെം ടീമിനെ അറിയിക്കുക. എല്ലാവർക്കും ഫാക്ട്സ് എക്സ്പ്രസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ഭാഗമാകാനും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്രോളും ഡീസലും ഭൂമിയിൽ നിന്ന് നേരിട്ട് കുഴിച്ചെടുക്കുന്നവയാണെന്നാകും പലരും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് പെട്രോളിയത്തിന്റെ രൂപത്തിലാണ് ഭൂമിക്കടിയിൽ നിന്നും കിട്ടുന്നത്. ഈ പെട്രോളിയം രൂപപ്പെടാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. ഭൂമിക്കടിയിലെ ചത്ത മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും എല്ലാം അവശിഷ്ടങ്ങൾ അടഞ്ഞുകൂടിയാണ് ഇത് രൂപപ്പെടുന്നത്. നൂറ്റാണ്ടുകളായിട്ട് ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് മൃഗങ്ങൾ ജീവിച്ചും മരിച്ചിട്ടുണ്ട്. ഈ ശവശരീരങ്ങൾ കടുത്ത സമ്മർദ്ദത്തിനും ചൂടിനും വിധേയമാകും. ഉയർന്ന താപനിലയും ഉയർന്ന മർദ്ദവും വായുവിന്റെ അഭാവവുമെല്ലാം ചത്ത മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളെ പെട്രോളിയവും കൽക്കരിയുമാക്കി മാറ്റും. ഇങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്നാണ് വിളിക്കുന്നത്. എണ്ണക്കിണറുകളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ വേർതിരിക്കുന്നത്. ഈ കിണറുകൾ വളരെ ആഴമുള്ളതാണ്. ഭൂമിയിൽ നിന്നും എടുക്കുന്ന ക്രൂഡ് ഓയിൽ ഒരുപാട് പ്രോസസ്സിംഗ് കഴിഞ്ഞ ശേഷമാണ് പെട്രോളും ഡീസലും ഒക്കെ ആക്കി മാറ്റുന്നത്. ഈ പ്രോസസ്സിംഗ് നടക്കുന്ന സ്ഥലത്തെ റിഫൈനറീസ് എന്നാണ് വിളിക്കുന്നത്. വലിയ ബർണറുകളിൽ ക്രൂഡ് ഓയിൽ ശേഖരിച്ച ശേഷം വിവിധ താപനിലകളിൽ ഇതിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പെട്രോൾ, ഡീസൽ, ലൂബ്രിക്കേഷൻ ഓയിൽ, വാക്സ്, ഫ്യൂവൽ ഓയിൽ, കെറോസൈൻ, ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പൈൻ മുതലായവയായിട്ട് വേർതിരിച്ചെടുക്കും. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പല വിലകളിലാണ് പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്നത്. അതുപോലെ ഓരോ രാജ്യങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വ്യത്യസ്തമായിരിക്കും. ഇന്ന് ഇന്ത്യയിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോളിന് ദുബായിൽ ശരാശരി 20 രൂപ മാത്രമാണ് വില വരുന്നത്. ദുബായ് പോലെയുള്ള അറബ് രാജ്യങ്ങൾ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് ധാരാളം സ്റ്റോക്കുമുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് പെട്രോളും ഡീസലും വളരെ തുച്ഛമായി വിലക്ക് കിട്ടും. എന്നാൽ ക്രൂഡ് ഓയിൽ ഇല്ലാത്ത രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നതും. കടലിൽ നിന്ന് എണ്ണ എടുക്കുമ്പോൾ അത് വെള്ളത്തിൽ കലരാം. അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് എണ്ണ ശേഖരിക്കാൻ വലിയ സ്കിമ്മേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പമ്പ് ഉപയോഗിച്ച് വലിച്ചെടുത്ത് ഫ്ലോട്ടിംഗ് ടാങ്കുകളിലേക്ക് കടത്തിവിടും. എന്നിട്ടത് ഹൈഡ്രോ കാർബൺ സംഭരിക്കുന്ന തുറമുഖത്തേക്ക് കൊണ്ടുപോകും. അതിനായിട്ട് ഡിസ്പേഷൻ എന്നറിയപ്പെടുന്ന ഒരു രാസപ്രക്രിയയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയിലൂടെ എണ്ണയെ ലളിതവും ദോഷകരവുമല്ലാത്തതുമായ പദാർത്ഥങ്ങളായി വേർതിരിക്കാനാണ് ശ്രമിക്കുന്നത്. കടലിൽ നിന്ന് എങ്ങനെയാണ് പെട്രോൾ ഖനനം ചെയ്യുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം കടലിൽ പെട്രോൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കപ്പലുകൾ പോയി സർവേ നടത്തും. അതിനുശേഷം അവിടെ റിഗ് കൊണ്ടുവന്ന് ഡ്രില്ല് ചെയ്ത് നോക്കും. ഡ്രില്ല് ബിറ്റ് എല്ലാം ഇട്ട് കടലിൽ ഡ്രില്ല് ചെയ്ത് നോക്കിയിട്ടാണ് അവർ പെട്രോളിയം ഉണ്ടോ എന്ന് ഉറപ്പിക്കുന്നത്. ഏകദേശം 500 അടി മുതൽ 1000 അടി വരെ ഡ്രില്ല് ചെയ്താണ് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം പൈപ്പുകളൊക്കെ ഉണ്ട്. അവ ഓരോന്ന് യോജിപ്പിച്ചാണ് താഴേക്ക് ഇറക്കി വിടുന്നത്. ഈ പൈപ്പുകളുടെ അറ്റത്ത് ഒരു ഡ്രില്ലുണ്ടാകും. അതുപയോഗിച്ചാണ് കടലിൽ ഡ്രില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രില്ല് ചെയ്യുന്നതിന് ചിലപ്പോൾ 1 മാസം വരെ സമയമെടുക്കും. എന്നാൽ ചില സ്ഥലങ്ങളിൽ 15 ദിവസത്തോളം ആകുമ്പോഴേക്കും ഇന്ധനം കണ്ടുകിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇന്ധനമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ധനം മുകളിലേക്ക് എടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം പണിയേണ്ടതുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞ് അത് അവിടെ കൊണ്ടുചെന്ന് വെച്ച ശേഷമാണ് ഇന്ധനം കടലിനടിയിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നത്. ഒരു മോട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. കരയിലുള്ള യാർഡിലാണ് ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം പണിയുന്നത്. ഒരു പ്ലാറ്റ്ഫോമിന്റെ പണി തീരാൻ തന്നെ 8 മാസത്തോളം സമയമെടുക്കും. ഈ പ്ലാറ്റ്ഫോം കൊണ്ട് വെക്കുന്നതിനുള്ള തൂണുകളും കടലിൽ ഈ സമയത്ത് തന്നെ നിർമ്മിക്കും. ഈ തൂണുകളിൽ പ്ലാറ്റ്ഫോം കൊണ്ട് വെച്ചതിന് ശേഷം നേരത്തെ പൈപ്പിട്ടിരുന്ന ഭാഗത്ത് കൂടി ഇന്ധനം മുകളിലേക്ക് വലിച്ചെടുക്കും. ഇങ്ങനെ എടുക്കുന്ന ഇന്ധനം കരയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു പൈപ്പ് കരയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കപ്പലിൽ വെച്ച് ഓരോ പൈപ്പുകളായി വെൽഡ് ചെയ്ത ശേഷമാണ് കടലിലേക്ക് എത്തിക്കുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് ചിലപ്പോൾ 500ഓളം കിലോമീറ്ററുകളുടെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത്രയും ദൂരം ഈ പൈപ്പ് ഇടേണ്ടി വരും.
അതിനുശേഷം ക്രൂഡ് ഓയിൽ കരയിലെത്തിച്ച് റിഫൈനറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നുമാണ് ഇത് വേർതിരിക്കുകയും ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോഴാണ് പെട്രോൾ കിട്ടുന്നത്. അതുപോലെ 260 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ഡീസൽ കിട്ടും. 370 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ഫ്യൂവൽ ഓയിൽ കിട്ടും. 200 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ കെറോസിൻ കിട്ടും. 20 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ബ്യൂട്ടേനും പ്രൊപ്പേനും കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കുന്ന പെട്രോളിയം ഡീസലും എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ലാബിൽ നല്ലതുപോലെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പെട്രോൾ പമ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ അവിടെ പവർ പെട്രോളും പ്രീമിയം പെട്രോളും ഒക്കെ കാണാൻ പറ്റൂല്ലേ? പ്രീമിയം പെട്രോൾ വില കൂടുതലായിരിക്കും. നമ്മൾ പലർക്കും അറിയില്ലായിരിക്കും അത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ? പെട്രോളിന്റെ ഒക്ടെയ്ൻ നമ്പറാണ് അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഈ ഒക്ടെയ്ൻ നമ്പർ എത്രത്തോളം കിട്ടുന്നുവോ അതിനനുസരിച്ച് പെട്രോളിന്റെ വിലയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് പെട്രോളിന് ഒരു ടാക്സ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇതിനനുസരിച്ചിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും പെട്രോളിന്റെ വില വർദ്ധിക്കുന്നത്. ഓക്കെ, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വ്യത്യാസം നോക്കിയാൽ 1990 ഇന്ത്യയിലെ പെട്രോൾ വില 12 രൂപ മാത്രമായിരുന്നു. 2000 അത് ഏകദേശം 25 രൂപയായിട്ട് ഉയർന്നു. 2010 45 രൂപയായി. 2022 പെട്രോളിന്റെ വില 100 രൂപയിൽ ഹിറ്റ് ചെയ്തു. അതായത് ഓരോ 10 വർഷം കൂടുമ്പോഴും പെട്രോൾ വില ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. 2030 അത് 150 മുതൽ 160 രൂപ വരെ ആകാനാണ് സാധ്യത. 2040 300 മുകളിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് പച്ചക്കറികള്, വെജിറ്റബിൾ ഓയിൽ മുതലായവ എല്ലാ സാധനങ്ങളും വലിയ ട്രക്കുകൾ കയറ്റി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭൂമി വളരെ ലിമിറ്റഡ് ആണെന്നതാണ്. പക്ഷേ പെട്രോളോ ഡീസലോ ഇല്ലാതെ ഈ വാഹനങ്ങളൊന്നും ഓടാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പെട്രോൾ വില കൂടുന്നതിനനുസരിച്ച് ഭക്ഷ്യവസ്തുക്കൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ചെലവ് കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഭക്ഷ്യവസ്തുക്കൾക്കും വില കൂടും. പെട്രോളിന്റെ അമിതമായ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് സോളാർ എനർജി, ഇലക്ട്രിക് എനർജി എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുന്നതാണെങ്കിൽ പെട്രോളിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായിട്ട് ടെസ്ല, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ മറ്റ് നിരവധി ഓട്ടോമൊബൈൽ കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങൾ പലതരം മോഡലുകളിൽ പുറത്തിറക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇലക്ട്രിക് ഓട്ടോയും ഇലക്ട്രിക് കാറും സ്കൂട്ടിയും എല്ലാം ഇപ്പോൾ ഉണ്ട്. മിക്ക വീടുകളിലും 3-4 പെട്രോൾ വാഹനങ്ങളൊക്കെ ഉണ്ടാകും. ചില വീടുകളിൽ 2 കാറുകളൊക്കെ ഉണ്ടാകും. ഒരു ബൈക്കും സ്കൂട്ടിയും ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം ഇന്ധനം ആവശ്യമാണല്ലോ. ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ അത് പെട്രോളിയം വാഹനത്തിന് പകരം ഒരു ഇലക്ട്രിക് സ്കൂട്ടി വാങ്ങാൻ ശ്രമിക്കണം. ചിലർക്ക് ദൂരെ യാത്ര ചെയ്യേണ്ടി വരില്ല. ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ വീട്ടിൽ സ്കൂട്ടി ഉപയോഗിക്കുന്നത്. ഈ ചെറിയ ആവശ്യങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ അതാകും എന്തുകൊണ്ടും ബെറ്റർ അല്ലേ? അപ്പോൾ എല്ലായിടത്തും ചാർജിങ് സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും ബൈക്കായാലും കാറായാലും എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇപ്പോൾ ഇല്ല. ഗ്രീൻ എനർജി നമ്മുടെ പരിസ്ഥിതിക്കും വളരെ ഉപയോഗം ചെയ്യും. പെട്രോളിന്റെ വില എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതുപോലെ പെട്രോളും ഡീസലും നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ് FM ടീം. പെട്രോൾ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ചില രാജ്യങ്ങളും അവിടുത്തെ പെട്രോൾ വിലയുമാണ് ഈ പറയുന്നത് കേട്ടോ. സൗത്ത് അമേരിക്കയിലെ വെനസ്വലയില് ഇന്ത്യൻ റുപ്പി ഏകദേശം 1.5 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. ഇറാനിൽ ഏകദേശം 4 രൂപയ്ക്കും ആഫ്രിക്കയിലെ അൾജീരിയയിൽ ഏകദേശം 27 രൂപയ്ക്കും പെട്രോൾ കിട്ടും. ഇതൊരു ഏകദേശ കണക്കാണ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും നിർമ്മാണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് FM ടീമിനെ നിങ്ങൾ എഴുതി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.